ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൃപ്പൂണിത്തുറ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയത്. മോനെയും കൊണ്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ചെറിയ മക്കളുടെ ആധാർ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അക്ഷയയിലേക്ക് പോയില്ല, കാരണം അക്ഷയയിൽ നല്ല തിരക്കല്ലേ, എടുക്കാൻ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പോസ്റ്റ് ഓഫീസിൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് അധികം ഇല്ലാത്തതുകൊണ്ട് നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോന്നു. ഇതാണ് ആധാർ എടുക്കാനുള്ള സെക്ഷൻ. ഒരു കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് നമ്മളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്കുട്ടന് അവിടെ ഒരു സീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. അപ്പോൾ അവിടെ കണ്ട് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ ആശാൻ അവിടെ നിന്ന് ഇരിപ്പുറക്കണില്ല. എന്നിട്ട് ദേ ഇറങ്ങുവാണ് താഴോട്ട്. അതൊക്കെ വാരിയെടുക്കാനാണ്, പുറത്തോട്ട് ഓടാനുള്ള ഇതിലാണ്. ദേ മോളും ഉണ്ട് കൂടെ. മോൾക്കാണെങ്കിൽ താഴെയൊന്നും കളിക്കണ്ട, കയ്യിൽ കയറി ഇരുന്നാൽ മതി. ടാറ്റ കൊടുക്കലും ചിരിച്ചു കാണിക്കലൊക്കെ ആയിരുന്നു ആൾ. ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നിയതുകൊണ്ട് ദേ ചെറുതായ രീതിയിൽ അങ്ങനെ കളിപ്പിച്ച് നോക്കണുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടില്ല, വന്നിട്ട് പിന്നെ തിരിച്ചു പോകേണ്ടി വന്നാലോ. അങ്ങനെ ഞങ്ങളുടെ ഊഴെത്തി. അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ടിൽ ഒരു മോണിറ്റർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ആധാർ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ മെയിൻലി വേണ്ടത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കേട്ടോ. വേണ്ടത് പാരൻസിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി, ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. അപ്പോൾ അങ്ങനെ ഹെവൻ്റെ ഓപ്ഷനായിരുന്നു. ഹെവനെയും കൊണ്ട് ഞാനിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. അപ്പോൾ അവർ എൻ്റർ ചെയ്യുവാണ്. ആ മോണിറ്ററിൽ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സന്തോഷമായി. ലൈറ്റൊക്കെ കണ്ട് സ്ക്രീനിൽ നോക്കി ആൾ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹെവൻകുട്ടൻ്റെ ഫോട്ടോ എടുക്കാനുള്ള സമയമായി. ആളെ കസേരയിൽ പിടിച്ച് നിർത്തുന്നുണ്ട്. ആളവിടെ നിന്നിട്ട് ആൾക്ക് ഡാൻസ് കളിക്കുകയും കളിയൊക്കെയാണ്. സ്ക്രീനിൽ ഫോട്ടോയും കൊണ്ട് തെളിഞ്ഞ് നിന്നപ്പോൾ സേരട്ടി സന്തോഷമായി. ആളെന്തോ അപ്പനോട് നോക്കി എന്തോ പറയുന്നുണ്ട്. സംശയം ആൾ നിൽക്കുമോ, അതേ തലയൊക്കെ ഇട്ട് ആട്ടുവാണേ, ഡാൻസ് കളിക്കുവാണ് സ്ക്രീനിൽ കണ്ടിട്ട്. സ്റ്റാഫിനോട് നോക്കി ചിരിക്കുന്നുണ്ട് ആൾ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാഫ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ ആയി. അതിനുശേഷം നമ്മുടെ പാരൻസിൻ്റെ ബയോമെട്രിക്സൊക്കെ അതിനകത്ത് സേവ് ചെയ്യണം. കാരണം കുട്ടികൾ 5 വയസ്സിൽ താഴെയല്ലേ. അപ്പോൾ ഇനി അതുവരെ പാരൻസിൻ്റെ ആയിരിക്കും അതിനെ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഐസിൻ്റെയും ബയോമെട്രിക്സൊക്കെ അവിടെ സേവ് ചെയ്തു. ശേഷം ഡീറ്റെയിൽസൊക്കെ മോണിറ്ററിൽ വായിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത് നമ്മുടെ എനിക്കുട്ടൻ്റെ ഊഴമായിരുന്നു. 2 പേരെ 2 പ്രാവശ്യമായിട്ടാണ് കൊണ്ടുപോയത്. ആദ്യം മോളായിട്ട് പോയി, മോളുടെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് ആക്കി. അതിന് ശേഷമാണ് മോനെയും കൊണ്ട് വന്നത്. കാരണം 2 പേരെയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ബഹളമാകും, ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. കാരണം ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ പോകുന്നത്, ഓരോരുത്തരായിട്ട് പോകുന്നത്. അവിടെ ഇരുന്ന് ആൾക്ക് എനുകുട്ടനാണെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലം ആയതുകൊണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതിപ്പോൾ ആളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവർ എൻ്റർ ചെയ്ത് തുടങ്ങി. ഞാൻ ഫോട്ടോ കോപ്പി എടുക്കാൻ മറന്നത് എൻ്റെ ആധാർ കാർഡിൻ്റെ. അതിപ്പോൾ ഞാൻ ഫോണിലൊരു പിക്ചർ ഉണ്ടായതുകൊണ്ട് ആ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് നോക്കി സ്റ്റാഫ് അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഫോട്ടോ എടുക്കാനുള്ള ഊഴം വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന് വെച്ചൊരു പേനയൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് ആൾ. ഇയാളധികം നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നില്ല, അയാൾ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സ്റ്റാഫ് നമുക്കൊരു സാനിറ്റൈസറിൻ്റെ ബോട്ടിലും കൂടി കാണിച്ചപ്പോഴത്തേക്കും അത് നോക്കുന്ന സമയത്ത് വേഗം ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ആൾ ഹാപ്പി. ഇത് ആളുടെ നല്ല അടിപൊളി ഫോട്ടോ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, തിരക്കില്ലാത്ത ഫോട്ടോയാണ്. ഇനി ആ പേന മേടിച്ചെടുക്കലാണ് നമ്മുടെ പണി. അപ്പം നോക്കുന്നുണ്ട് മേടിച്ചെടുക്കാൻ വേണ്ടി. അവൻ തരണ ഒരു ലക്ഷണവും ഇല്ല. ഹെവൻ്റെ ആയിരുന്നു നേരത്തെ ബയോമെട്രിക്സൊക്കെ എടുത്തത്. ഹെനോക്കിന് വേണ്ടി ബയോമെട്രിക്സ് ചെയ്യാൻ വേണ്ടി അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞു, ഓക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ വിചാരിച്ചത്ര മക്കളത്രയും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. വന്നിട്ട് അവർക്കും ഇഷ്ടപ്പെട്ടു. ദേനുകുട്ടനാണെങ്കിൽ നാണം വരുന്നുണ്ട് അവരെ കണ്ടിട്ട്. അപ്പം ഞങ്ങളുടെ പരിപാടിക്ക് ഏകദേശം കഴിയാറായി എന്ന് അവിടെ നിന്ന് പറഞ്ഞു. ഇനി ഒരു പേപ്പറും കൂടി പ്രിൻ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാം. ഒരു കാര്യം പറയട്ടെ, നമുക്ക് പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫുകൾ നല്ല മാന്യമായ രീതിയിൽ നമ്മളോട് സംസാരിച്ചത്. നമുക്ക് യാതൊരു വിഷമങ്ങളോ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇനി ആരെങ്കിലും ആധാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കും എന്തെങ്കിലും അപ്ഡേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ വന്ന് ചെയ്യാവുന്നതാണ്. അതിനുള്ള സൗകര്യം ഉണ്ടാകും. അക്ഷയയിലൊക്കെ എത്ര നേരം ക്യൂ നിൽക്കണം, ഇരിക്കാൻ പോലും ഒരു സീറ്റ് പോലും ഇല്ല. അപ്പോൾ ഇനിയുള്ളവർ ഇനി എടുക്കാൻ, കുട്ടികൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തൃപ്പൂണിത്തുറ ഏരിയയിലാണ്. നമ്മുടെ ഓരോ സ്ഥലത്തെ ഏരിയയിലും മെയിൻ പോസ്റ്റ് ഓഫീസ് ഉണ്ടാകുമല്ലോ, അവിടേക്ക് ചെന്നാൽ മതി. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പേന മേടിക്കാൻ നോക്കുവാണ് ആളുടെ കയ്യിൽ നിന്ന്. നമുക്ക് പോകാൻ സമയമായല്ലോ. അവൻ തരുന്നില്ല. അവൻ നൈസായിട്ട് അവൻ്റെ കയ്യിൽ നമുക്ക് എടുത്ത് മാറ്റണം.
അപ്പോൾ ഞാൻ കൊടുത്തേച്ച് എൻ്റെ ഫോൺ തിരിച്ച് കിട്ടി. എൻ്റെ ഇടയ്ക്ക് ഞാൻ അവൻ്റെ പേന എടുത്ത് മാറ്റിയിട്ടുണ്ടേ. നമ്മുടെ മോണിറ്ററിൻ്റെ പുറകിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ആൾ കണ്ടിട്ടില്ല. കുട്ടികളുടെ എടുക്കാൻ അധികം താമസമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ തീർന്നു. ഞങ്ങളുടെ മൂത്ത കുട്ടിയുടെ എനിക്ക് തോന്നുന്നു ഒരു 3:30, അതായത് സ്കൂളിലേക്ക് ചേർക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഞങ്ങൾ ആധാർ എടുത്തത്. ഞങ്ങൾക്ക് ഇരിക്കുമെന്ന് സംശയമായിരുന്നു, പക്ഷേ ഇവിടെ മക്കൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, വിചാരിച്ച അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത സ്റ്റാഫിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വ്ളോഗ്. ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. Hi friends, everyone, please subscribe to our YouTube channel.